ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനിവിടെ ക്രേപ്പ് പേപ്പറാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മനസ്സിലൊരു പൂവും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ചെമ്പരത്തി പോലെയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ റെക്റ്റാങ്കിൾ പീസിൽ പേപ്പർ വെട്ടിയെടുത്തതിന് ശേഷം അത് ഡയഗണലി മുറിക്കുക. പിന്നെ ആ 2 പീസും കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു എതളിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ അറഞ്ചും പുറഞ്ചും വെട്ടുക. പിന്നെ ഇഷ്ടമുള്ള ഒരു കളർ എടുത്തിട്ട് അതിൻ്റെ ആ തെറ്റ് ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ പെറ്റൽസൊക്കെ അസംബിൾ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒക്കെ സെറ്റിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പച്ചക്കളർ പേപ്പർ ഉണ്ടല്ലോ, അത് മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് സ്റ്റെം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ 2-3 ഫ്ലവേഴ്സ് ഒപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ബഞ്ചാക്കി വെക്കുമ്പോൾ കാണാനൊരു രസമുണ്ടാവും. നമുക്കിനി ഇതിൽ വേണ്ട മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് ഈ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഈ ക്രേപ്പ് പേപ്പർ മടക്കിയെടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നേരത്തെ ചെയ്ത പോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മടക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് കളർ ചെയ്ത് ഇതേപോലെ വെച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പരിപാടി ലീവ്സ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. മാസ്കിംഗ് ടേപ്പ് കമ്പിമ വെച്ചിട്ട് ഇഷ്ടമുള്ളൊരു ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കണം. അതിനുശേഷം പച്ച കളറൊക്കെ അടിച്ച് ഏകദേശം ഒരു ഇലൻ്റെ കോലത്തിലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അസംബിൾ ചെയ്യാം. അപ്പോൾ ഓരോന്നെടുത്ത് ലീഫും ഈ ഫ്ലവറും എല്ലാം കൂടി കമ്പിയാണല്ലോ, അത് മൊത്തത്തിൽ തന്നെ വളച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഫ്ലവറിന് എല്ലാവരും അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ.